ആളുകളുടെയും തലയിലേക്ക് വയൽ കയറാത്തത് പല ആളുകളോടും പറഞ്ഞാൽ ഇതാ വരാൻ പോവാണല്ലോ ന്യൂ ഇയർ. ഇന്നിപ്പോ ഇവിടെയൊക്കെ ഒരുമിച്ച് കൂടി നല്ലോണം സാലിഹ്യങ്ങളെ സദസ്സിൽ പങ്കെടുത്തു, ദുആ ചെയ്തു, എന്നിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിരിക്കുക. അതിന്റെ മദ്യപാനത്തിന്റെ പിന്നാലെ പോവാ. ഇവിടുന്ന് ഒക്കെ ചെയ്ത് ദുആ ചെയ്ത് എന്നിട്ട് കള്ളു കുളിപ്പിക്കുക. ശൈത്താൻ കുളിപ്പിക്കും കേട്ടോ. ഈ ദുആന്റെ സദസ്സിൽ നമ്മൾ പങ്കെടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കാൻ ആഗ്രഹിക്കാനും ശൈത്താൻ ഉണ്ടാവുക. പഠിച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. മദ്യപാനത്തിന്റെ പിന്നാലെ പോവാ. ഇനിയിപ്പോ കണക്ക് വരും, നാളെ മറ്റന്നാളായിട്ട് പത്രത്തിൽ കണക്ക് വരും, ഇത്ര കോടിയുടെ കള്ള് വിറ്റു, മലയാളി ഇത്ര കോടിയുടെ കള്ള് കുടിച്ചു. കാത്തു രക്ഷിക്കട്ടെ റബ്ബേ. ഒരു തുള്ളി ഉള്ളിലേക്ക് അങ്ങ് ചെന്നാൽ ഈമാൻ നിന്റെ കടയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കേ വേണ്ട. കള്ളാണെങ്കിലും അത് പാൻപരാഗാവട്ടെ, ഹാൻസ് ആവട്ടെ, എന്തായാലും വേണ്ടി ഒരുപാട് പേരുകളുണ്ടല്ലോ. ഒരൽപ്പം ഉള്ളിലേക്ക് അങ്ങ് ചെന്നാൽ ഈ തടിയിൽ പിന്നെ ഈമാൻ നിൽക്കൂല. ആരോരുത്തൻ മദ്യപിച്ചാൽ തൽക്ഷണം ഈമാന്റെ നൂറ് പുറത്ത് പോയെന്നറിയണം. മദ്യം ഒരാൾ കുടിക്കുന്നു എന്നാൽ ഇന്ന് കുടിപ്പിക്കുമേ ചലം നരകമിൽ നിന്നന്ന്. കുടിയൻ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിയാൽ ക്ഷണമവരെയും തള്ളും സബാനിയ നരകമിൽ. ഒരു മദ്യപാനി മരിച്ചു ഖബറിലടക്കണേ, പിന്നീട് ഖബർ കുഴിച്ചു അകമിൽ നോക്കണേ. കാണുന്നതാ മുഖം കിബില തെറ്റി മാറിഞ്ഞതായി എന്ന് ഇബ്നു മസ്ഊദ് എന്നവർ പറയുന്നതാ. ഒരു മദ്യപാനി മരിച്ചു ഖബറിലടക്കണേ, പിന്നീട് ഖബർ കുഴിച്ചു അകമിൽ നോക്കണേ. കാണുന്നതാ മുഖം കിബില തെറ്റി മാറിഞ്ഞതായി എന്ന് ഇബ്നു മസ്ഊദ് എന്നവർ പറയുന്നതാ. മദ്യപാനിയുടെ മുഖത്തെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്റെ മുഖത്തെ കിബിലയിലേക്ക് തിരിച്ചു വെക്കാൻ അല്ലാഹു അനുവദിക്കുകയില്ല. മലക്കുകളോട് അവന്റെ മുഖം അടിച്ച് തിരിക്കാൻ വേണ്ടി ഇലാഹായ റബ്ബ് കൽപ്പിക്കും. മുഅ്മിനീങ്ങളെ, അതൊന്നും നിനക്ക് പ്രശ്നമല്ലെങ്കിൽ നീ കുടിച്ചോ, അല്ലാതെ എന്താ പറയാ. ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. എന്നാലും കൂട്ടുകാരന്മാരെ കൂടെ കൂടി നമ്മൾ ആഘോഷിച്ചേ മതിയാവൂ എന്നാണെങ്കിൽ അള്ളാഹു നിനക്ക് അതായിരിക്കും കണക്കാക്കിയത്. അതുകൊണ്ടാണ് നീ അതിന്റെ പിന്നാലെ പോകുന്നത്. അല്ലാതെ എന്ത് പറയാനാ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ കേട്ടിട്ടും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ചിന്തിക്കേണ്ടത് അത് ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു എന്താണാവോ കണക്കാക്കിയത് എന്നാണ്. പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ പറഞ്ഞത് ദുആന്റെ അദബിൽപ്പെട്ടതാണ് നല്ല സാഹചര്യങ്ങൾ, നല്ല സദസ്സുകൾ. അതേപ്രകാരം മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്യുക. അതൊക്കെ സാഹചര്യങ്ങളാണ്. മഴ പെയ്യുന്ന സമയത്ത് ആകാശത്തിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കും. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ദുആ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ദുആ തട്ടപ്പെടുന്നതല്ലെന്ന് ഖാല റസൂലുള്ളാഹി. പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. നോമ്പുകാരന്റെ ദുആ തട്ടപ്പെടുകയില്ല. നോമ്പ് നോറ്റാൽ നല്ല സാഹചര്യമാകുന്നു. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെയുള്ള ദുആ, നിസ്കാരം കഴിഞ്ഞാൽ ഉടനുള്ള ദുആ, അത് നല്ലൊരു സമയമാണ്. പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന സമയം. പിന്നെ സുജൂദിന്റെ സമയം, സുജൂദിൽ ദുആ ചെയ്യുക. സുജൂദിൽ നിങ്ങൾ കാര്യമായിട്ട് ദുആയാണ് ചെയ്യേണ്ടത്. അവിടെ ഖുർആൻ ഓതരുത്. ഖുർആൻ ഓതൽ എന്നോട് വിരോധിക്കപ്പെട്ട കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരടിമ എന്തുകൊണ്ടും അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന ഒരു സമയമാണല്ലോ സുജൂദിന്റെ സമയം. നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖറബു മാ യകൂനു അൽ-അബ്ദു മിൻ റബ്ബിഹി അസ്സ വജല്ല വഹുവ സാജിദുൻ ഫഅക്സിറൂ ഫീഹി മിനദ്-ദുആ. ഒരു അടിമ ഇലാഹായ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സമയം അവന്റെ ദുആ, അവന്റെ സുജൂദിന്റെ സമയമാ. അതുകൊണ്ട് മുഅ്മിനേ ഫഅക്സിറൂ ഫീഹി മിനദ്-ദുആ. സുജൂദിൽ കടന്നിട്ട് നിങ്ങൾ അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഖുർആൻ ഓതല്ല ചെയ്യേണ്ടത്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ, റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ കേട്ടതാ, ഇന്നി നുഹീതു അൻ അഖ്റഅൽ ഖുർആന റാഖിയൻ ഔ സാജിദ.
സാജിദായിട്ടോ റാക്കിയായിട്ടോ ഖുർആൻ ഓതുന്ന വിഷയം എന്നോട് വിരോധിക്കപ്പെട്ടതാണ്. റുക്കൂയിൽ പരമാവധി ദിക്റുകൾ തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക. സുജൂദിൽ പരമാവധി അല്ലാഹുവോട് ആവശ്യമുള്ളത് ചോദിക്കുകയാണ് വേണ്ടതെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ സദസ്സുകളും സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മൾ കാത്തിരിക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു നിബന്ധന മുസ്തഖ്ബിലൽ ഖിബ്ലത്തി, ഒരാൾ ഒറ്റയ്ക്ക് ദുആ ചെയ്യുകയാണെങ്കിൽ കിബിലയിലേക്ക് മുന്നിട്ടിരിക്കണം. പിന്നെ പരമാവധി ഈ കയ്യിന്റെ വെളുപ്പം ഇങ്ങോട്ട് കാണുന്നവരൊക്കെ കൈ ഉയർത്തിയിട്ട് വേണം ദുആ ചെയ്യാൻ. അള്ളാഹിനോട് തേടുകയാണ്, റബ്ബിനോട് അപേക്ഷിക്കാന്. ഇതിങ്ങോട്ട് കിട്ടണം, അള്ളാഹുലേക്ക് അങ്ങോട്ട് ഉയർത്തണം. ഉയർത്തിയ കൈകളെ അള്ളാഹു തട്ടൂലാന്ന് ഹബീബ് റസൂലുള്ളാഹി ഒറ്റയ്ക്ക് ദുആ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം മുന്നിടുക. ഹബീബ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു പറയുകയാ, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മത്തൽ മൗഖിഅ റസൂലുള്ളാഹി തങ്ങൾ എന്നിട്ട് കിബിലയിലേക്ക് മുന്നിട്ടു. ഫലം അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ കിബിലയിലേക്ക് മുന്നിട്ട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. കിബിലയിലേക്ക് മുന്നിട്ടാണ് ദുആന്റെ ഒരു അഥവാണ് കൈ ഉയർത്തുകയും ചെയ്യുക. ഹദീസിൽ കാണാം, ഹബീബാ നബി പറഞ്ഞു, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം, അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അല്ലാഹു വലിയ മാന്യനാണ്. അല്ലാഹു ലജ്ജിക്കും മിൻ അബീദിഹി, അടിമയുടെ കാര്യത്തിൽ അല്ലാഹുക്ക് ലജ്ജയുണ്ടാകും. ഇദാ റഫഉ ഐദിയഹും ഇലൈഹി, അവരെ കൈ അല്ലാഹുവിലേക്ക് ഉയർത്തിയാൽ അൻയറുദ്ദഹാ സഫറാ, വെറുതെ ആ കയ്യിനെ അല്ലാഹു തആല തട്ടിമാറ്റൽ അല്ലാഹുക്ക് വലിയ ഇറങ്ങാറാ. അല്ലാഹു അത് ചെയ്യൂല. ആ വിഷയത്തിൽ അല്ലാഹുക്ക് വലിയ ലജ്ജ. النبي يرفع يديه حتى يرى بياض يبطيه في الدعاء. അങ്ങനെ ഈ വെളുപ്പ് കാണുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കൈ ഉയർത്തുമായിരുന്നു. ചില ആളുകൾക്ക് ആ ഒരു വിഷയത്തിൽ മടിയന്മാരാണോ എന്ന് തോന്നുക. കൈ ഉയർത്താൻ ഒരു മടി, അത് പാടില്ല. അള്ളാഹുവിലേക്ക് നമ്മൾ ഉയർത്തണം, റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ കൈ ഇങ്ങനെ മുഖം തടവൽ സുന്നത്താണ്. കൈ ഉയർത്തിയിട്ട് ദുആ അവസാനിച്ചാൽ മുഖം തടവൽ സുന്നത്താണ്. പക്ഷെ ഒന്ന് ചുംബിക്കൽ സുന്നത്തില്ല. തടവി കഴിഞ്ഞിട്ട് ഒന്ന് ചുംബിക്കുക, അങ്ങനെ ചുംബിക്കൽ സുന്നത്തില്ല. മുഖം തടവൽ സുന്നത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മദ്ദ യദൈഹി ബിദ്ദുആ, ദുആയിൽ കൈയ്യങ്ങ് ഉയർത്തിയാൽ ലം യറുദ്ദഹുമാ ഹത്താ യംസഹ ബിഹിമാ വജ്ഹഹു, തന്റെ മുഖം തടവാതെ ആ കൈ റസൂലുള്ളാഹി തങ്ങൾ താഴ്ത്തുമായിരുന്നില്ല. അതൊരു സുന്നത്തായി ബഹുമാനപ്പെട്ട ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത നിബന്ധന ഖഫ്ലു സൗത്തി ബൈനൽ മഖാഫത്തി വൽ ജഹരി, ഒന്നായിട്ട് ആർത്തമിട്ട് ദുആ ചെയ്യരുത്. ഒരു വലിയ ഒച്ചയുടെയും കുറഞ്ഞ ഒച്ചയുടെയും ഇടയിലുള്ള ഒരു ശബ്ദത്തിലാണ് ദുആ ചെയ്യേണ്ടത്. ഒരു തമാശയാക്കിയിട്ട് ഒരു പരിധി വിട്ട നിലക്ക് ഉള്ള ദുആ നിങ്ങൾ നടത്തരുത്. അത് അദബുകേടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു പറയാ, ഖദിംനാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, ഞങ്ങൾ ഹബീബായ നബിയുടെ കൂടെ മദീനയിലേക്ക് പോവാൻ. അങ്ങനെ ഞങ്ങൾ മദീനയുടെ അടുത്തെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി, ആളുകളൊക്കെ തക്ബീർ ചൊല്ലി. വറഫഉ അസ്വാതഹും, ആളുകൾ പരിധിക്കപ്പുറം ശബ്ദമുയർത്തി. സന്തോഷം കൊണ്ട് തക്ബീർ അങ്ങ് ചൊല്ലി, ഒപ്പരങ്ങ് തക്ബീർ ചൊല്ലി. അവരുടെ തക്ബീർ പരിധിയേക്കാൾ കൊച്ചങ്ങോട്ട് കൂടി. ഉടനെ ഫഖാല നബിയ്യു, ഹബീബായ നബി പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് ഇന്നല്ലദീ തദഊന ലൈസ ബിഅസമ്മ വലാ ഗായിബ്. നിങ്ങളൊരു പൊട്ടനല്ല വിളിക്കുന്നത്, ഇവിടെ ഇല്ലാത്ത ഒരാളെയും അല്ല നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങൾ വിളിക്കുന്ന ആൾ ഇന്നല്ലദീ തദഊന ബൈനകും വബൈന അഖാബിരികാബിക്കും, നിങ്ങൾ വിളിക്കുന്ന അല്ലാഹു നിങ്ങളെ മുന്നിലുണ്ട്, ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒച്ച കൂട്ടണ്ടാന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ പ്രകാരം അല്ലാ യതകല്ലഫ സജഅ ഫി ദുആഇ, കോറ് ഒപ്പിച്ച് ദുആ ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല.
കാരണം ദുആ എന്ന് പറഞ്ഞാൽ ഫഇന്ന ഹാലദ് ദാഇ യംബഗി അൻ യകൂന ഹാല മുതവദ്ദിൻ വതകല്ലഫു ലാ യുനാസിബുഹു. വളരെ വിനയാന്വിതനായും വളരെ താഴ്ന്നുമാണ് ദുആ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ചുണ്ടാക്കി ദുആ ചെയ്യൽ അത് പാടില്ല എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഹദീസിൽ വഹ്യ് മുഖേന വന്ന കുറെ ദുആകളുണ്ട്. അത് നല്ല പ്രാസൊപ്പിച്ച ദുആയായിരിക്കും. ഹബീബായ നബിയുടെ ദുആ أسألك الأمن يوم الوعيد والجنة يوم الخلود مع المقربين الشهود والركع السجود الموفين بالعهود إنك رحيم ودود وإنك تفعل ما تريد. ഒക്കെ ദാലുകൊണ്ട് അവസാനിപ്പിച്ച് അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ദുആ ചെയ്യാം. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن عين لا تدمع ومن دعاء لا يسمع ومن دعوة لا يستجاب لها. ഒപ്പിച്ചൊപ്പിച്ചുള്ള ദുആ അത് ഹദീസിൽ വന്നത് ചെയ്യാം. നമ്മളങ്ങനെ ഒപ്പിച്ച് പറയരുത്. കാരണം ഒരു ദാഇയുടെ അവസ്ഥ അവൻ തളർറിന്റെ വിനയത്തിന്റെ എളിമത്തരത്തിന്റെ അവസ്ഥയാണ്. ഇങ്ങനെ ഒപ്പിച്ച് ഉണ്ടാക്കി പറയൽ അത് അയാൾക്ക് ചേർന്നതല്ല. പിന്നെയോ അടുത്ത നിയമം നല്ല പേടിയിലും അദബിലും താഴ്മയിലും കിട്ടണമെന്നുള്ള താല്പര്യത്തിലുമാണ് ദുആ ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇജാബ ഉറപ്പിക്കണം, കിട്ടുന്നു ഉറപ്പിക്കണം. ആളുകളെ കൽബെവിടെയോ ആണ്, അവരിതൊന്നും ആമീൻ അവർ പറയുന്നുണ്ട്. അങ്ങനെ ആമീൻ അല്ലാഹുവിനെ കൽപ്പിക്കൂല. ചെയ്യണം, അതതിന്റെ ഒരു നിബന്ധനയാണ്. അല്ലാതെ കിട്ടട്ടെ, ശരിയാവാണ് ശരിയാവട്ടെ, ആ ഒരു വിശ്വാസം പാടില്ല. അതേ പ്രകാരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 തവണ ചോദിക്കണം. ദുആഇന്റെ അദബാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ദുആ വയുകർരിഹു 3 തവണ ആവർത്തിച്ച് പറയാ. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഅ 3 തവണ ദുആ ചെയ്യുമായിരുന്നു ഒരു കാര്യത്തിന് വേണ്ടി. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അയ്യഫ്തതിഹ ദുആ ബിദിക്രില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഇതുകൊണ്ടാണ് ദുആ തുടങ്ങേണ്ടത്. ഇതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയും വേണം. അതതിന്റെ അദബാണ്. അടുത്ത അവസാനത്തെ അദബും കൂടി പറയാ. അതാണ് പ്രധാനപ്പെട്ടത്. അല്ലാശിറു 10ാമത്തെ അദബ് വഹുവൽ അദബുൽ ബാത്തിൻ വഹുവൽ അസ്ലു ഫിൽ ഇജാബ അത്തൗബതു വറദ്ദുൽ മലാലിമി വൽ ഇഖ്ബാലു അലല്ലാഹി അസ്സ വജല്ല ബികുല്ലിൽ ഹിമ്മ. അടിസ്ഥാനപരമായ നിബന്ധന ഇതാണ്. അതായത് അത്തൗബതു വറദ്ദുൽ മലാലിം. ആദ്യം തൗബ സ്വീകരിക്കാനുള്ള അവസ്ഥയിൽ നമ്മൾ എത്തണം. ആദ്യം ദുആ സ്വീകരിക്കാനുള്ള അവസ്ഥയിൽ നമ്മൾ എത്തണം. ഇനി കുറെ കാര്യങ്ങളുണ്ട്. നമീമത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരതിങ്ങനെ ശീലിച്ച് നടക്കുന്ന രൂപത്തിൽ അവർക്ക് ഇജാബത്ത് കിട്ടൂല. പലരുടെയും മുതൽ അപഹരിച്ച് ആ അപഹരിച്ച മുതൽ തിരിച്ചു കൊടുക്കാതെ നടക്കുന്ന ആളുകൾ അവർക്ക് ഇജാബത്ത് കിട്ടൂല. അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ എന്നിട്ട് മാറി നന്നായിട്ട് വേണം ദുആ ചെയ്യാൻ, അല്ലെങ്കിൽ ഇജാബത്ത് ഉണ്ടാവില്ല. എന്താണ് ഒരു ഹദീസ്? ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പറയാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ദുആ ചെയ്യാൻ പോയി കുറെ ആളും കൂട്ടിയിട്ട്. അസാബന്നാസു ഖഹ്തുൻ ശദീദുൻ അലാ അഹദി മൂസാ റസൂലില്ലാഹ്. ശ്രദ്ധിച്ചോളൂ, ഈ ഹദീസിൽ വലിയ പാടുണ്ട്. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ വല്ലാത്ത ഒരു വരൾച്ച ഉണ്ടായി. ഫഖറജ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ബി ബനി ഇസ്രായേൽ. ബനു ഇസ്രായേലുകളുമായി മൂസാ നബി ദുആ ചെയ്യാൻ പോയി. യസ്തസ്ഖീ ബിഹിം, വെള്ളം തേടാൻ പോയി. ഫലം യുസ്ഖൗ ഹത്താ ഖറജ 3 മർറാത്തിൻ. 3 തവണ നാട്ടുകാരെ മൊത്തം കൂട്ടി ദുആ ചെയ്തു. പക്ഷെ ഇജാബത്ത് കിട്ടിയില്ല. ഒരു തുള്ളി വെള്ളം, ആകെ വരൾച്ച, വെള്ളമില്ല, ആകെ ഇടങ്ങാറായി. 3 തവണ അങ്ങോട്ട് ദുആ ചെയ്തു, ഇജാബത്ത് കിട്ടിയില്ല. ഉടനെ റബ്ബിനോട് മൂസാ നബി പറയുകയാണ്, റബ്ബേ
എന്നോട് 3 തവണ ഞാൻ ദുആ ചെയ്തല്ലോ, എന്നിട്ട് എനിക്ക് ഇജാബത്ത് കിട്ടിയില്ലല്ലോ, എന്താണ് റബ്ബേ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ഫൗഹല്ലാഹു അസ്സ വജല്ല ഇലാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു വഹി അറിയിക്കുകയാണ്, മൂസേ ഇന്നി ലാ അസ്തജീബു ലക വലാ ലിമൻ മഅക വഫീകും നമ്മാ. മൂസേ നിനക്കിപ്പോൾ ഇജാബത്ത് തരില്ല, നിന്റെ കൂടെയുള്ളവർക്കും ഇജാബത്തില്ല. കാരണം എന്താണെന്നറിയോ? വഫീകും നമ്മാ. എങ്ങനെ നിങ്ങൾക്ക് ഇജാബത്ത് തരിക? നിങ്ങളെ കൂട്ടത്തിൽ ഒരു നമ്മാമുണ്ട്, ഏഷണി കൂട്ടി നടക്കുന്ന ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ട് ഇവിടുത്തെ പറഞ്ഞു കൊടുക്കുക, ഇവിടെ ചെന്നിട്ട് ഇവിടുത്തെ കാര്യം അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുക, അവിടുത്തെ കാര്യം ഇവിടെ ചെന്ന് പറയുക, തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന നമീമത്ത് ഏഷണിയുമായി നടക്കുന്ന ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. പിന്നെ അങ്ങനത്തെ ആളെ കൂട്ടിയിട്ട് ദുആ ചെയ്താൽ എങ്ങനെ കിട്ടുക? ഇജാബത്ത് കിട്ടൂല എന്ന് പറഞ്ഞു. കൂട്ടനെ മൂസാ നബി ചോദിച്ചു, യാ റബ്ബി വമൻ ഹുവ ഹത്താ നുഖ്രിജുഹു മിന്ന. പടച്ചോനെ ആരാ അവൻ? അവനെ ഇപ്പോൾ തന്നെ വന്ന് പുറത്താക്കുമല്ലോ. ആരാണ് റബ്ബേ അത്? വമൻ ഹുവ ഹത്താ നുഖ്രിജുഹു മിൻ ബൈനിനാ, ഞങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പോൾ തന്നെ അവനെ പുറത്താക്കും. ആരാണവൻ? ഉടനെ ഫൗഹല്ലാഹു അസ്സ വജല്ല, അല്ലാഹു ഇങ്ങനെ വഹിയറിയിച്ചു, അല്ല മൂസേ അൻഹാകുമുൻ നമീമ ഫഅകൂലു നമ്മാമാ. നല്ല കഥ. നമീമത്ത് പറയരുത് എന്ന് ഞാനത് വിരോധിക്കുക, എന്നിട്ട് ഞാൻ തന്നെ നമീമത്തുകാരനാവണമെന്നോ ആ ആളെ ഞാൻ പറഞ്ഞിരുന്നെന്നോ? ഞാൻ നമീമത്തുകാരനാവില്ല, നിങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് തൗബ ചെയ്തോളൂ, എന്നാലേ ഇജാബത്ത് കിട്ടൂ. ഇസ്രായേലികളോട് മൂസാ നബി പറഞ്ഞു, തൂബു ഇലാ റബ്ബിക്കും, നിങ്ങളെല്ലാവരും നിങ്ങളെ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണേ. ബിഅജ്മഇകും മനിൻ നമീമ, എല്ലാവരും നമീമത്തിന്റെ വിഷയം പ്രത്യേകം പറഞ്ഞിട്ട് തൗബ ചെയ്തോളൂ. ഫതാബു, എല്ലാവരും തൗബ ചെയ്തു. ഫഅർസലല്ലാഹു അലൈഹിമുൽ ഗൈസ്, അപ്പോഴാണ് അല്ലാഹു മഴയിറക്കിയതെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതിലൊക്കെ പാടില്ലേ മുഅ്മിനീങ്ങളെ? ഇതിലൊക്കെ പാഠങ്ങളില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്ത് നൽകുന്നവരെ നമ്മൾ പെടുത്തി തരട്ടെ. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലർക്ക് വേണ്ടി ദുആ ചെയ്യൽ ബാധ്യതയാണ്, അവരെ മറന്നു പോകാൻ പാടില്ല മുഅ്മിനീങ്ങളെ. അങ്ങനെയുണ്ട് ചില ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരിക്കലും അവരെ മറക്കാൻ പാടില്ല. ഒന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, അവരെ മറക്കാനേ പാടില്ല. മാലിക് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ മാലിക് ഇബ്നു റബീഅ തങ്ങൾ പറയുകയാണ്, കുന്നാ ഇൻദ റസൂലില്ലാഹ്, ഞങ്ങൾ ഹബീബായ നബിയുടെ സദസ്സിലാണ്. അപ്പോഴാണ് ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ്, ഒരാൾ ചോദിച്ചു, നബിയേ ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ ബഅദ മൗതിഹിമാ അബറുഹുമാ. ചോദ്യം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുക, ഒരാൾ പെട്ടെന്ന് കയറി എന്നിട്ട് ചോദിച്ചു, നബിയേ ഒരു വിഷയം ചോദിക്കാണ്ട്, ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ ബഅദ മൗതിഹിമാ അബറുഹുമാ. അല്ല, എന്റെ വാപ്പയൊക്കെ മരിച്ചുപോയി, ജീവിത കാലഘട്ടത്തിൽ വാപ്പാനോടും ഉമ്മാനോടും ഒരുപാട് ബാധ്യതകളുണ്ടല്ലോ, അവർക്ക് ഗുണം ചെയ്യണമല്ലോ, എന്നാൽ മരണാനന്തരം അവരോട് വല്ല ബാധ്യതയുമുണ്ടോ നബിയേ? ഉടനെ ഫഖാല റസൂലുള്ളാഹ്, ഹബീബിന്റെ മറുപടി, നാം അതെ ഉണ്ട്. ഖിസാലുൻ അർബഅ, മരിച്ചു പോയാലും നിന്റെ ബാപ്പാനോടും ഉമ്മാനോടും 4 ബാധ്യതകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒന്ന് കേൾക്കണേ. പലരുടെയും ബാപ്പ ഇന്ന് മണ്ണറയിലാണല്ലോ, അല്ലാഹു മണിയറയാക്കി കൊടുക്കട്ടെ. ആ ബാപ്പാനോടും ഉമ്മാനോടും 4 ബാധ്യത മരിച്ചു ചെന്നാലുണ്ട്. ഇതൊക്കെയാണ് ഒന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുക. 2 അവർക്കുള്ള കരാറുകൾ പൂർത്തീകരിക്കുക. വാപ്പ
ബാപ്പ വാർഷികത്തിന് വന്നു, നിങ്ങളെ ടൈമിന്റെ പരമാവധി ഇതിനിങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം, പൈസ ഉള്ളവർക്ക് 10,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. ബാപ്പ കമ്മിറ്റിയിൽപ്പെട്ട ബന്ധപ്പെട്ട ആളുകളെ കണ്ടിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഒരു 10,000 രൂപ ഞാൻ വൈകാതെ തരാന്ന് പറഞ്ഞു. അത് പറഞ്ഞു പോയി ബാപ്പ അങ്ങ് മരിച്ചു പോയി നോക്കുക. എന്നാൽ മക്കൾ ആ വിവരം അറിഞ്ഞാൽ ബാധ്യതയാണ്. ബന്ധപ്പെട്ടവർ പറഞ്ഞു, ബാപ്പ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടോ, അതൊന്നും ഞാനറിയില്ല, നമ്മൾ ഒഴിവാകല്ല ചെയ്യേണ്ടത്. ബാപ്പാക്കോ ഉമ്മാക്കോ ബാപ്പക്കോ ഉമ്മക്കോ അങ്ങനെ വല്ല അഹദുകളും കരാറുകളും ഉണ്ടെങ്കിൽ അത് പാലിക്കേണ്ടത്, പൂർത്തിയാക്കേണ്ടത് മരണാനന്തരം മക്കളുടെ ബാധ്യതയാണ്. പിന്നെയോ നിന്റെ ബാപ്പ മരിച്ചാലും നിന്റെ ഉമ്മ മരിച്ചാലും അവരുടെ കൂട്ടുകാരെ, അവരുടെ പ്രായക്കാരെ ആദരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈമാനങ്ങ് തെറ്റിപ്പോവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ബഹുമാനിക്കാൻ മടിയുള്ള കാലഘട്ടമാണ്. ഇന്ന് ബഹുമാനിക്കാൻ ആദരിക്കാൻ മടിയുള്ള കാലഘട്ടമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞൊരു വാക്ക് കേൾക്കും മുമ്പിനെ, മല്ലം യുക്രിം സദീഖാബി, ഒരുത്തൻ തന്റെ ബാപ്പാന്റെ സ്നേഹിതനെ ബഹുമാനിച്ചില്ല. ബാപ്പയുടെ കൂടെ ജീവിക്കുകയും ബാപ്പയുടെ കൂടെ ഇങ്ങനെ എല്ലാ വിഷയത്തിലും ഇടപെട്ട് ചായയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് കഥയൊക്കെ പറഞ്ഞ് ബാപ്പാക്ക് വിഷമം ഉണ്ടാകുമ്പോൾ ബാപ്പാൻ അങ്ങോട്ട് സഹായിക്കും, അയാൾക്ക് വിഷമം ഉണ്ടാകുമ്പോൾ ബാപ്പ അങ്ങോട്ട് സഹായിക്കും. അങ്ങനെ ബാപ്പ അങ്ങ് മരിച്ചുപോയി, അയാൾ ഇപ്പോഴും ബാക്കിയാ. അങ്ങനത്തെ ബാപ്പാന്റെ ഒരു കൂട്ടുകാരുണ്ട്. ഒരുത്തൻ തന്റെ ബാപ്പാന്റെ കൂട്ടുകാരനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഈമാന്റെ നൂറ് അല്ലാഹു കെടുത്തി കളയുമെന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നും വിഷയമുള്ള കാര്യമില്ലെന്ന് ഇന്നങ്ങനെ അനാദരിക്കുന്ന അവസ്ഥ വർദ്ധിച്ചു വരിക. അത് നമ്മൾ പേടിക്കേണ്ടതാ. അവരോടുള്ള ബാധ്യതയാണ്. അവരുടെ സദീഖുമാരെ ബഹുമാനിക്കണം. പിന്നെ വസിലത്തുർ റഹിം അല്ലത്തി ലാ റഹിമ ലക ഇല്ലാ മിൻ ഖിബലിഹിമാ, ബാപ്പ ഉമ്മ വഴി നിനക്കുണ്ടായ കുടുംബ ബന്ധങ്ങൾ ചേർക്കേണ്ടത് അവര് മരിച്ചാലും അവരോടുള്ള ബാധ്യതയാണ്. 4 ബാധ്യതകളാ പറഞ്ഞേ. ബാപ്പിയമ്മ മരിച്ചുപോയി, പക്ഷെ ഉമ്മാന്റെ അഞ്ചത്തിന്റെ, ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ, ഉമ്മാന്റെ ഉമ്മ ഉണ്ട്, അവരൊക്കെ വളരെ പ്രായം ചെന്ന് കിടക്കാണ്. നിനക്കല്ലോ വലിയ സൗകര്യം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്നാൽ നിന്റെ ബാധ്യതയാ അവരെ പരമാവധി സഹായിച്ച് ബന്ധം നിലനിർത്തി പോകണം. ബാപ്പ ഉമ്മ വഴിക്കുണ്ടായ ബന്ധങ്ങൾ അത് പുലർത്തൽ ബാപ്പിയമ്മ മരിച്ചാൽ പോലും അവരോടുള്ള ബാധ്യതയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ബാധ്യത. ഒന്ന് അദ്ദുആഉ ലഹുമാ വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്, ഇസ്തിഗ്ഫാർ തേടലാണ്. മരിച്ചവരെ മറക്കാൻ പാടില്ല, അത് വലിയ നന്ദികേടാണ്. മരിച്ചവരെ മറക്കാൻ പാടില്ല. പരമാവധി അവരുടെ ആണുങ്ങൾക്ക് ഖബർ സിയാറത്ത് സുന്നത്താണ്. പൊതു ശ്മശാനത്താണെങ്കിൽ ആണുങ്ങൾക്ക് അവിടെ ചെല്ലല് സുന്നത്താണ്, പെണ്ണുങ്ങൾക്ക് പൊതു ശ്മശാനത്തിൽ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്തില്ല. സ്വാലിഹീങ്ങളുടേത് ചെയ്യാം, സ്വാലിഹീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാം. സാധാരണക്കാരായ ആളുകൾ ബാപ്പ മരിച്ചു പള്ളിക്കാട്ടിലാ മറവ്, എന്നാൽ മകൾക്ക് അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യൽ അനുവദനീയമല്ല. അങ്ങനെ ഒരു വിഷയം ഇല്ല. ആണുങ്ങൾ പരമാവധി പോവുകയും വേണം. നിങ്ങളുടെ ഖബറും പുറത്തുള്ള പോക്കുകൊണ്ട് ആ ഖബറാളിക്ക് ഖബറിൽ സന്തോഷമുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി, ആയിഷ ബീവി ഹബീബായ നബി പറഞ്ഞതാ, മാ മിൻ റജുലിൻ യസൂറു ഖബറഹി ഫയജിലു ഇൻദഹു ഇല്ലാ നസാബി. ഒരാളുടെ ഖബറിൽ ഇന്നത്തെ ഖുർആൻ വന്നിട്ടുണ്ടാവും. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുഴയിൽ വീണു. പടച്ചോനെ റബ്ബേ, എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയാലെന്ന് എത്രത്തോളം അയാൾ ആഗ്രഹിക്കുമോ അതുപോലെയാണ് ഖബറിലുള്ള മയ്യത്തിന്റെ അവസ്ഥ. മൽ മയ്യത്തു ഫീ ഖബരിഹി, ഖബറിലുള്ള മയ്യത്തിന്റെ അവസ്ഥ ഇല്ലാ കൽ ഗരീഖിൽ മുതറവ്വിസി യന്തലിറു ദഅവതൻ തൽഹഖുഹു മിൻ നബിഹി
മനുഷ്യ നിന്റെ മകൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മകൻ ആഗ്രഹിക്കും, റബ്ബേ എന്റെ ബാപ്പ ഇതിലൂടെ നടന്നു പോകുന്നുണ്ട്, എന്തെല്ലാം ആവശ്യത്തിന് ബാപ്പ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ഒന്നെന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിൽ എന്ന് നിന്റെ മകൻ ഖബറിൽ നിന്ന് ആഗ്രഹിക്കുമെന്ന് ആരാ പറഞ്ഞതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഔ സദീഖില്ലഹു, ഇല്ലേ കൂട്ടുകാരനാവട്ടെ, സഹോദരനാവട്ടെ, ഉമ്മാവട്ടെ, പാപ്പാവട്ടെ, ഖബറിലെത്തിയാൽ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അതങ്ങ് കിട്ടുമ്പോഴോ, അതങ്ങ് കിട്ടിയാലോ, ആ ദുആ അവരിലേക്ക് അങ്ങ് എത്തുന്ന സമയത്ത് കാന ഹബ്ബ ഇലൈഹി മിനദ്ദുനിയാ വമാ ഫീഹാ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുനിയാവും അതിലുള്ളതൊക്കെ ഒരാൾ നിനക്കങ്ങോട്ട് തന്നാൽ, എല്ലാവരും കൂടി നിനക്കത് തന്നാൽ, നിന്നെ വലിയ മുതലാളിയാക്കി എല്ലാം കൂടി നിനക്കങ്ങോട്ട് തന്നാൽ നീ എത്ര സന്തോഷിക്കും? അതിനേക്കാളൊക്കെ എത്രയോ വലിയ സന്തോഷ ഖബറാളിയുടെ ഖബറിലേക്ക് ഒരു ദുആ എത്തുന്ന സമയത്ത് നബി മുഹമ്മദ് മുസ്തഫ എന്നിട്ട് പറഞ്ഞതാ, ജീവിച്ചിരിക്കുന്ന ആളുകൾ അവർക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി നൽകാനുള്ള ഏറ്റവും വലിയ ഹദിയ അദ്ദുആ വൽ ഇസ്തിഗ്ഫാർ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ഖുർആനോട് ഹദിയ ചെയ്യുക, അവരുടെ ഖബറും പുറത്തു പോവുക. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഹദിയ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഴ്ചയിലൊരു വെള്ളിയാഴ്ചയെങ്കിലും റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞതല്ലേ മുഅ്മിനീങ്ങളെ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൻ സാറ ഖബ്റ അബവൈഹി. അവസാനിപ്പിക്കുകയാണ്, രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട്, മൻ സാറ ഖബ്റ അബവൈഹി, ഒരുത്തൻ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഖബർ സന്ദർശിച്ചു, ഔ അല്ലെങ്കിൽ അഹദിഹിമാ, ഉമ്മയോ ബാപ്പയോ ആരുടെയെങ്കിലും ഒരാളുടെ ഖബർ സന്ദർശിച്ചാൽ, എല്ലാ വെള്ളിയാഴ്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സകല ദോഷങ്ങൾ